തീരെ നിസ്കരിക്കാത്തവർ എന്നല്ല അല്ലാഹു തആല പറയുന്നത്. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ എന്നതുകൊണ്ടുള്ള താല്പര്യം നിസ്കാരം നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞാൽ والعصر في وقت المغرب والمغرب في وقت العشاء والعشاء في وقت الصبح. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആദ്യം എന്റെ നഫ്സിനോടും രണ്ടാമതായി നിങ്ങളോടും പറയുന്നു, യുസല്ലൂന ളുഹർ, ഈ ആളുകൾ ളുഹർ നിസ്കരിക്കും ഫീ വഖത്തിൽ അസ്ർ, അസ്റിന്റെ ബോർഡറിൽ ജമ്മാക്ക് നിസ്കരിക്കുന്നത് പോലെ ളുഹറും അസ്റും ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ അസ്റിന്റെ ളുഹറിന്റെ അവസാന സമയത്ത് അവരെന്ത് ചെയ്യും? ളുഹർ നിസ്കരിക്കും. അത് കഴിഞ്ഞ ഉടനെ അസ്റും പാകൊടുക്കല്, അങ്ങനെ അസ്റും ചെയ്യും. അസ്ർ നിസ്കരിക്കപ്പോഴാണ് മഗ്രിബാവാറായ സമയത്ത്. അസ്വസ്കാരത്തിന് ചില സുന്നത്തായ സമയം, കറാത്തായ സമയം, ഹറാമായ സമയം കൊണ്ട് അവസാനത്തെ ടൈമിൽ ഈ ഉദുകൊണ്ട് അസ്ർ നിസ്കരിക്കാം, നിസ്കരിക്കാം. والمغرب في وقت العشاء, മഗ്രിബ് നിസ്കരിക്കും ഇശാഇന്റെ സമയത്ത്. والعشاء في وقت الصبح, ഇശാ നിസ്കരിക്കും ഏതിന്റെ സമയത്ത്? സുബഹിന്റെ സമയത്ത്. ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസയൽഖൗന ഗയ്യാ, അവർ അഭിമുഖീകരിക്കുന്നത് ഗയ്യ എന്ന നരകാണ്. ആ നരകം നമുക്ക് വാങ്ങണം, വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഗയ്യു വാദിൻ ഫീ ജഹന്നം ബഈദുൻ ഖഅബ്, അഗാധമായ ആഴമുള്ള ഒരു നരകത്തിലെ ഒരു താഴ്വരയാണ് ഗയ്യ് എന്നുള്ളത്. ആ ഗയ്യിൽ നമ്മൾ പ്രവേശിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നിസ്കരിക്കും, നിസ്കാരത്തെ ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? സമ്പൂർണ്ണമായിട്ട് നിസ്കാരം ഒഴിവാക്കുന്നതാണോ? ആണോ? ഒന്ന് പറയിക്കാൻ അങ്ങനെയാണോ? അല്ല. എന്താ ചെയ്യാ? ആ സമയാസമയങ്ങളിൽ നിസ്കാരം നിർവഹിക്കും. എന്നിട്ട് അങ്ങനെ നിസ്കരിച്ചിട്ട് നമ്മൾ എവിടെ കിടക്കുക? നമ്മളൊക്കെ നിസ്കരിക്കണതിന് വേണ്ടി സ്വർഗത്ത് കടക്കാൻ വേണ്ടിയിട്ടല്ലേ? സ്വർഗത്ത് കിടക്കോ? നരകത്തിൽ ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ട അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ഇങ്ങനെ സമയാസമയങ്ങളിൽ നിസ്കരിക്കാത്തവരെ കുറിച്ച് സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അറഅയ്ത, നബിയെ നിങ്ങൾക്കറിയുമോ, അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഈ പരിശുദ്ധമായ ദീനിനെ കളവാക്കുന്നവർ, പരലോകമില്ല എന്ന് പറയുന്ന ആളുകൾ, നിരീശ്വരവാദികൾ ആരെന്ന് നിങ്ങൾക്കറിയുമോ പ്രവാചകരെ? ഫദാലിക്കല്ലദീ, പരിശുദ്ധമായ റമദാനാണ് കടന്നു വരുന്നത്. മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ എടുക്കേണ്ട കാര്യമാണ്. ദീനില്ല എന്ന് പറയുന്നവൻ അല്ലദീ യദ്ഉൽ യതീം, വീട്ടിലേക്ക് റമദാനാണല്ലോ, പല യാചനയ്ക്ക് വേണ്ടി അനാഥ ബാലന്മാർ കടന്നു വരുമ്പോ യദ്ഉൽ യതീം, അവരെ ആട്ടിവിടുന്നവനാണ്. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ അവർ പ്രോത്സാഹനം കൊടുക്കാത്തവരാണ്. അവർ ഭക്ഷണം കൊടുക്കുകയുമില്ല, കൊടുപ്പിക്കുകയും ചെയ്യാത്തവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫവൈലുൽ മുസല്ലീൻ, വൈലി എന്ന നരകം. രണ്ടർത്ഥമാണ്.
വൈല്, ഒന്ന് അൽ ഹലാക് നാശം, അതല്ലെങ്കിൽ നരകം. വൈല് എന്നൊരു നരകമുണ്ട്. ആ നരകം ലിൽ മുസല്ലീൻ ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ്? ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ്. നിസ്കരിക്കുന്നവർക്ക് ഇപ്പൊ രണ്ട് നരകാണ്. ഏതൊക്കെ? ഒന്ന് നേരത്തെ പറഞ്ഞ വയ്യും, രണ്ടാമത് വൈലും. അപ്പൊ നമുക്ക് നിസ്കരിച്ചിട്ട് ഇപ്പൊ നരകത്ത് കിടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ നിസ്കരിക്കണല്ലേ? എങ്ങനെ നിസ്കരിക്കുന്നവരാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ തൊട്ടവർ അശ്രദ്ധരാണ്. അശ്രദ്ധരെന്ന ഈ വേർഡിനെ രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഓൺ ടൈം നിസ്കരിക്കൂല. ഓരോന്നും ദുഹ്ർ അസറിന്റെ ടൈമിൽ, അസർ മഗ്‌രിബിന്റെ ടൈമിൽ, മഗ്‌രിബ് ഇശാന്റെ ടൈമിൽ, ഇശാ സുബ്ഹിന്റെ ടൈമിൽ അങ്ങനെ നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും നിസ്കരിച്ചിട്ട് നരകം വേണ്ടിയിട്ടാണെങ്കിൽ നിസ്കരിക്കാതിരിക്കല്ലേ നല്ലത് അല്ലേ? ആണോ? അങ്ങനെയാണോ വേണ്ടത്? എന്നാൽ തീരെ നിസ്കരിക്കാത്തവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദുനിയാവിൽ ചില ചങ്കുകളുണ്ട്, ചില ഫ്രണ്ട്സുകളുണ്ട്, കൂട്ടുകാരുണ്ട്, കൂട്ടുകാരിമാരുണ്ട്. ദുനിയാവിൽ നല്ല സ്നേഹബന്ധം പുലർത്തിയ നിങ്ങളെ കൂട്ടുകാർ മഹ്ശറയിൽ ചൊല്ലുന്ന സന്ദർഭത്തിൽ പരലോകത്ത് നിങ്ങൾ തോളോട് തോടൊരുമി നടന്ന കൂട്ടുകാർ, നിങ്ങൾ എല്ലാ സീക്രട്ടുകളും എല്ലാ രഹസ്യങ്ങളും ഷെയർ ചെയ്തു തരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമ്പോ അവർ നരകത്തിലായിരിക്കും. അവരിങ്ങനെ നരകത്തിൽ കാണുമ്പോ നിങ്ങൾ ചോദിക്കും അത്രമാ സലകകും ഫീ സഖർ. നമ്മുടെ ദുനിയാവിലെ കൂട്ടുകാരിമാരെ നരകത്തിൽ കാണുമ്പോ നമ്മൾ ചോദിക്കും അത്ര മാ സലകകും ഫീ സഖർ. എന്തുകൊണ്ടാണ് സഖർ എന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം? നരകത്തിന്റെ മറ്റൊരു പേരാണ് സഖർ. അപ്പൊ അവര് പറയും എത്രേ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കുക എന്നുള്ളൊരു പതിവേ ഞങ്ങൾക്കില്ലാത്തവരാണ്. നിസ്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ, ഉണരി വരൂ. മുഅദ്ദിൻ ബാങ്കുൽ മുഴങ്ങുമ്പോ രണ്ടാമത്തെ വചനം ഹയ്യാലൽ ഫലാഹ്. നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത് വിജയമാണ്. ആ വിജയം വരിക്കാൻ നിങ്ങൾ കടന്നു വരൂ എന്ന് പറയുമ്പോ അവർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ തീരെ നിസ്കരിക്കാത്തവരാണ്. വലം നകു തുഇമുൽ മിസ്കീൻ. അല്ലാഹു തന്ന ആയുസ്സിൽ ഒരു പാവപ്പെട്ട അനാഥ മക്കൾക്ക്, അനാഥ മകനോ മകൾക്കോ, പാവപ്പെട്ട അഗതികൾക്കോ, നിരാലംബർക്കോ നിരാശ്രയർക്കോ ഒരു പിടി ഭക്ഷണം കൊടുക്കാത്തവരാണ് ഞങ്ങൾ. കൊടുക്കുകയില്ല, കൊടുക്കുന്നതിന്റെ ഞങ്ങൾ പ്രോത്സാഹനം ചെയ്യുകയുമില്ല. ഞങ്ങൾക്കുള്ള ആകപ്പണി വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. എത്ര വ്യക്തമായിട്ടാണ് നമ്മളെ കുറിച്ച് അല്ലാഹു റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നത്. വകുന്നാ ഞങ്ങളായിരുന്നു നഖൂദു മഅൽ ഖായിദീൻ. അങ്ങാടികളിൽ, കവലകളിൽ, വിജനമായ പ്രദേശങ്ങളിൽ ഇങ്ങനെ വട്ടമിട്ടിരുന്നു കൊണ്ട് അനാവശ്യ അശ്ലീല സംസാരങ്ങളിൽ ഞങ്ങൾ മുഴുകിയവരായിരുന്നു, അതുമായിട്ട് വ്യാപൃതരായിരുന്നു. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിസ്കാരം ഒഴിവാക്കിയുള്ള കുഴപ്പമാണത്. നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അതിന്റെ ഷർത്തുകളും ഫർളുകളും സുനനുകളും കൃത്യമായിട്ട് നിർവഹിക്കാൻ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് വയ്യിലും കടക്കാൻ ഏതാ വേണ്ടത്? ഏതാണ്? അയ്യോ വേണോ? അയ്യോ വേണോ? വയ്യില് വേണോ? പിന്നെ എന്താ വേണ്ടത്? സ്വർഗം വേണല്ലേ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു തരാം. റമദാനാണ്. ഇതൊക്കെ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം.
ഞാനിതിങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ നിങ്ങോട്ട് പോകും, പിന്നെ നിങ്ങളെ ഉപദേശിക്കാൻ ആരും കടന്നു വരില്ല. നിങ്ങളെ ഉപദേശിക്കാൻ ഒരേ കഫാബിൽ നിങ്ങളെ പള്ളിയിലോട്ട് കടന്നു വരുമ്പോൾ തലയുർത്തി നിൽക്കുന്ന മീസാൻ കല്ലുകൾ മതി നിങ്ങൾക്കൊരു വാഹിദായിട്ട്. അത് കണ്ടാൽ മതി. ഇന്നലെ ഈ ഭൂമിയിലൂടെ കടന്നു പോയിരുന്ന ആളുകളൊക്കെ ഇന്നതിനടിയിലാണ്. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസത്തുൻ അലാ കസീബിൻ മിൻ മിസ്കിൻ അസ്വദ്. നാളെ മഹ്ശറയിൽ 3 വിഭാഗം ആളുകൾ. റമദാനാണ് മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ നിങ്ങൾ ഏറ്റെടുക്കണം. സലാസത്തുൻ 3 വിഭാഗം ആളുകൾ അലാ കസീബിൻ മിൻ മിസ്കിൻ അസ്വദ്. നാളെ മഹ്ശറയിൽ എല്ലാ ആളുകളും വിചാരണ നേരിടുന്ന സന്ദർഭത്തിൽ 3 വിഭാഗം ആളുകൾ അലാ കസീബിൻ മിൻ മിസ്കിൻ അസ്വദ്, കറുത്ത കസ്തൂരി കുന്നിന്മേൽ അവർ ഉപവിഷ്ടരാണ്. അവരിങ്ങനെ ഇരിക്കും, കൂട്ടം കൂട്ടമായിരിക്കും. ലാ യഖൂലുഹുൽ ഫസഅ, അവർക്ക് ഒരു പേടിയുമില്ല. വലാ യനാലുഹുൽ ഹിസാബ്, ഒരു വിചാരണയും അല്ലാഹുവിന്റെ ഒരു ചോദ്യവുമില്ലാതെ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം റെക്കോർഡ് ചെയ്യാൻ, ഒപ്പിയെടുക്കാൻ നിങ്ങളെ ശബ്ദമില്ലേ, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറകളിൽ എപ്പോ മിണ്ടിയാൽ നിങ്ങളുടെ അടക്കങ്ങളും അനക്കങ്ങളും ഒപ്പിയെടുക്കാൻ എന്ന് നൂതന ക്യാമറകൾ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, റഖീബ് അലൈഹി അതീദ് അലൈഹി വസ്സലാത്തു വസ്സലാം, നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട കിതാബ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ കിതാബ് നൽകിയാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ അവന്റെ വിചാരണ എളുപ്പമാ, അവന്റെ വിചാരണ സന്തോഷഭരിതമാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യനാലുഹുൽ ഹിസാബ്, വിചാരണ ഒരിക്കലും നേരിടാത്ത വിഭാഗം 3 കൂട്ടരാണ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്നത്. ഒന്നാമത്തെ ആളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റജുലുൻ ഖറഅൽ ഖുർആൻ, അവൻ ഖുർആൻ പാരായണം ചെയ്തവനാണ്. ആർക്ക് വേണ്ടി? അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്. റമദാനിന്റെ അഡ്രസ് എന്താ? നിങ്ങൾക്കൊക്കെ ഓരോ വീട്ടുപേരുണ്ടാവും, ഓരോ അഡ്രസ് ഉണ്ടാവും. എന്നാൽ റമദാനിന്റെ വിലാസം അതെന്താ അറിയോ? റമദാനിന് ഇത്രമേൽ പ്രാധാന്യവും മഹത്വം ഉണ്ടാവാനുള്ള കാരണം എന്താ? ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിന് ഇത്രമേൽ മഹത്വം ഉണ്ടാവാനുള്ള കാരണം ശഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ ഒരു മാസമാണ്, ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് റമദാനിന് ഇത്ര ഒരു മഹത്വം ഉണ്ടാകാൻ കാരണം. അതല്ലാതെ റമദാന് സെൽഫായിട്ട് ഒരു പ്രാധാന്യമില്ല. അതിന് മഹത്വം ഉണ്ടാവാനുള്ള കാരണം അതിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാഹു തആല ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റജുലുൻ ഖറഅൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. അല്ലാഹുവിന്റെ കൂലി കാംക്ഷിച്ചുകൊണ്ട്
പരിശുദ്ധമായ റമദാനിലല്ല, റമദാനേതര മാസങ്ങളിൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരൊറ്റ അക്ഷരം പാരായണം ചെയ്താൽ ഹസന, അവന് ഒരു നന്മയുണ്ട്. ഒരു നന്മ എന്ന് പറഞ്ഞാൽ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. റമദാനിലെ ഖുർആനിലെ ഒരൊറ്റ അക്ഷരം നിങ്ങൾ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് 10 ഇരട്ടിയാണ്. 10 നന്മ ചെയ്തതിന്റെ പ്രതിഫലമാണ് ഖുർആനിലെ ഒരു അക്ഷരം ഓതിക്കഴിഞ്ഞാൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല, വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരാള് റമദാൻ അല്ലാതെ ഇപ്പൊ നമ്മൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അലിഫ് ലാം മീം എന്നുള്ള ഒരു വാചകം നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ, പാരായണം ചെയ്തു കഴിഞ്ഞാൽ എത്ര കൂലിയാണ്? റസൂൽ പറയാ അലിഫ് ലാം മീം എന്നുള്ളത് വൺ വേർഡ് അല്ല, വലാകിൻ പക്ഷേ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്, വലാമുൻ ഹർഫുൻ ലാം ഒരു ഹർഫാണ്, വമീമുൻ ഹർഫുൻ മീം ഒരു ഹർഫാണ്. അപ്പൊ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരായി? 3 അക്ഷരം. അപ്പൊ ഒന്നിന് എത്ര കൂലിയ പറയും? 10. അപ്പൊ 3 അക്ഷരത്തിന് എത്ര കൂലിയ? 30. റമദാൻ അല്ലാത്ത മാസം, റമദാനാകുമ്പോ ഓഫർ, ബട ഓഫർ അല്ലേ? എത്ര? 700, 7000, 7 ലക്ഷം. ഖുർആനെ കുറിച്ച് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഖുർആൻ മതി. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞ നമ്മുടെ വിഷയത്തിൽ ഇത് വ്യതിചലിക്കും. നിസ്കാരം നോക്കുവാണ്, അതിപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് തബാറക സൂറത്തുൽ മുൽക്ക് കൃത്യമായി ഡെയിലി പെർ ഡേ പാരായണം ചെയ്യുന്നവൻ, അങ്ങനത്തെ ഒരു അബദ്ധം മരണപ്പെടും. അയാളെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാണ്. കാര്യമായ സുന്നകളൊന്നുമില്ല, ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അയാളെ കബറടക്കപ്പെടും. അയാളെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ അദാബിന്റെ മലായികത്ത് കടന്നു വരുമ്പോൾ ഒരു പരിച പോലെ, ഒരു ഡിഫൻഡറെ പോലെ എഴുന്നേറ്റ് നിൽക്കും. സൂറത്തുൽ മുൽക്ക് അവനെ തൊടാൻ പറ്റൂല. കൃത്യമായി എല്ലാ ദൈനംദിനം എന്നെ പാരായണം ചെയ്ത മനുഷ്യനാണ്, അവന് ജസദിൽ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മലായികത്തിന് സൂറത്തുൽ മുൽക്ക് പ്രതിരോധിക്കുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു നൽകുമാറാവട്ടെ. അത് വേണ്ടേ നമുക്ക്? അത് വേണ്ടേ? റമദാനിൽ ഓഫറാണ്. 1 രൂപയ്ക്ക് 25 കിലോ അരി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും പോകാതിരിക്കോ? അതല്ലെങ്കിൽ റേഷൻ കടയിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ, ഒരു മഹല്ലത്തിൽ എല്ലാവർക്കും ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നൊരു അനൗൺസ് കേട്ട് കഴിഞ്ഞാൽ റമദാൻ ആളുകളെ കൊണ്ട് തിക്കും തിരക്കല്ലേ അല്ലേ? എല്ലാവരും പടച്ചോന് വേണ്ടി വരുന്നവരാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഇവിടുത്തെ ആൾക്കാർ ചെയ്ത് വിളിച്ചൊന്നും പറയരുത്. അങ്ങനെ അഭിപ്രായം ഉണ്ടോ? എന്തെങ്കിലും ഇല്ലാത്തത് ഒന്ന് സഹകരിക്കുകയാണ്. അങ്ങനെ അഭിപ്രായം ഉണ്ടോ? പടച്ചോനെ പേടിച്ചിട്ടാണ് എല്ലാവരും റമദാനിലേക്ക് വരുന്നത്, അങ്ങനെയുണ്ടോ? പടച്ചോനുള്ളതാണെങ്കിൽ കൃത്യമായിട്ട് പോകൂലേ? നിങ്ങള് അള്ളാന്റെ ആളുകളാണ്, റബ്ബിന്റെ ആളുകളാണ്, റമദാന്റെ ആളുകളാണ്. അതുകൊണ്ട് റമദാൻ 30 ദിവസം നോക്കും, അത് കഴിഞ്ഞ് നോക്കി അല്ലേ? തറാവീഹ് 20 റക്അത്ത് കൃത്യമായിട്ട്
അതിന്റെ പോലെ തന്നെയാണ് ഇങ്ങനെ ആയിരിക്കും. ആദ്യത്തെ 10 പള്ളി ഇവിടെ നിറയാറുണ്ടോ? എന്തെങ്കിലും ഉണ്ടാക്കി നിറയാറുണ്ടോ? രണ്ടാമത്തെ 10 ആകുമ്പോൾ ഹാഫ്. പിന്നെ അവസാനം ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുമ്പോൾ ലൈലത്തുൽ ഖദറിൽ അല്ലാഹുവിന്റെ മലായികത്ത് കടന്നു വരുമ്പോൾ മുസാഫത്ത് ഷെയ്ഖാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മലക്കുകളൊക്കെ കടന്നു വരുമ്പോൾ ഇമാമും ആ ഫസ്റ്റത്തെ കുറച്ച് സ്വത്തിൽ കുറച്ച് കുപ്പാനുണ്ടാവും. 29-നെന്താ പരിപാടി? അല്ലാഹു റസൂൽ പണിക്കാർക്ക് കൂലി കൊടുക്കപ്പോഴാണ് ചില കൂലി കൊടുക്കുക ആണോ? നിങ്ങളൊന്ന് പോയിട്ട് പണിക്കാരെ വിളിക്കാറില്ലേ? വിളിക്കാറുണ്ടോ? ഇപ്പൊ വിളിക്കാറുണ്ടോ? എപ്പോഴും കൂലി കൊടുക്കുക? നമ്മളെ പണിക്കാരുടെ കഥന്ന് പറയണ്ടാവും. 10 മണിക്ക് വരും, 11 മണിക്ക് റെസ്റ്റ്, ഉച്ചക്ക് ഒരു ചോറിന് റെസ്റ്റ്, പിന്നെ വൈകുന്നേരം ചായക്ക് റെസ്റ്റ്, പിന്നെ പോയി. പിന്നെ എത്ര കൂലി കൊടുക്കുക? 1000-1200. അപ്പോ കൂലി കൊടുക്കുക അവസാന ടൈമില്ല. ആ പിന്നെ കുടിച്ച് ഫ്രഷായിട്ട് പിന്നെ വൈകുന്നേരം സന്ധ്യാസമയത്ത് കൂലി കൊടുക്കുക. എന്നതുപോലെ എല്ലാ തൊഴിലാളികൾക്കും കൂലി കൊടുക്കുക റമദാൻ 30-ന്റെ രാവിലെയാണ്. ആ സമയത്ത് നമ്മൾ എവിടെ പറയും? എവിടെയാണ് ഷോപ്പിംഗ്? അല്ലേ? ഷോപ്പിങ്ങിന് 70 മുതൽ 70,000 രൂപ കൂലി കിട്ടുമല്ലോ അല്ലേ? അല്ലെങ്കിൽ എവിടെ മാസം കണ്ടാലും കണ്ടില്ലെങ്കിലും കശാപ്പുകാരി അറുത്ത് തള്ളിയിട്ടുണ്ടാവും. അവിടെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും. റമദാനിന്റെ പെരുന്നാളിന്റെ അവസാനത്തെ പെരുന്നാളിന്റെ വെറുതെ പറഞ്ഞില്ലേ 5 രാത്രികൾ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ അതിനെ ജീവിപ്പിച്ചാൽ 5 രാത്രികൾ ജീവിപ്പിക്കാതെ പോലെ നേരം മണിക്കൂറും പള്ളി ഇരിക്കണമെന്നൊന്നുമില്ല. 3 വഖത്ത് മഗ്‌രിബ് ഇശാ സുബ്ഹ് ജമാഅത്തായിട്ട് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവന് സ്വർഗം നിർബന്ധമായി അവൻ സ്വർഗത്തിൽ കടന്നുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഓഫർ നമ്മൾ പഠിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ദുനിയാവിന്റെ ആളുകൾ എന്തെങ്കിലും ഓഫർ പ്രഖ്യാപിക്കുമ്പോ നമ്മൾ പഠിക്കും അല്ലേ? 25 കിലോ അരി എന്നിട്ട് എന്താ ഉണ്ടാവുക? ചോറ് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ അത് അതിന് ഡൈജഷൻ കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക്. അതിന് കാലാവധി ഉണ്ടാവും നിമിഷം. എന്നാൽ സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ ഖബറിനെ തടുക്കും. അല്ലാഹു സുബ്ഹാനഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അപ്പോൾ ഈ മനുഷ്യൻ ഈ മലക്ക് പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഓർഡറാണ്. കേന്ദ്ര നേരിട്ടുള്ള ഓർഡറാ ഇയാളെ ശിക്ഷിക്കണമെന്ന്. അതുകൊണ്ട് ശിക്ഷിച്ചേ പറ്റുള്ളൂ. അവ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെയൊക്കെ റിവായത്തുകൾ കാണുന്നവർ മനുഷ്യരൂപം പ്രാപിക്കുന്നൊക്കെ പറയത്തരെ അള്ളാഹുവിനോട് പറയൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആല വീണ്ടും പറയും അവന് പിടികൂടണം, അവന് ശിക്ഷിക്കണം. അങ്ങനെ രണ്ടാമത് മലക്ക് അവനെ ശിക്ഷിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ മലക്ക് പറയും അവന് തൊടാൻ ഞാൻ സമ്മതിക്കൂല. എന്നെ കൃത്യമായി പാരായണം ചെയ്ത് ഈ മനുഷ്യന്റെ ജസദിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല. അള്ളാഹുവിനോട് ഒന്നുകിൽ പറയണം, ഒന്നുകിൽ ഖുർആനിലുള്ള ഒരു സൂക്തമായി ഒരു അധ്യായമായിട്ട് എന്നെ അവശേഷിപ്പിക്കണം. അതല്ലെങ്കിൽ ഈ മനുഷ്യനെ എന്ത് ചെയ്യണം? ശിക്ഷിക്കണം. ആ സമയത്ത് ഖുർആൻ ശാഫിയാകുമ്പോൾ അള്ളാഹുവിനെ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഏത് സൂറത്തിന്റെ മഹത്വം മാത്രം? ഏത് സൂറത്ത്? സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം മാത്രം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ്. 2ഉം പുര നിറഞ്ഞു നിൽക്കുകയാണ്. കെട്ടിക്കാനുള്ള പ്രായമായിട്ട് ബഹുമാനപ്പെട്ടവര് വഫാത്തിന്റെ സമയത്ത് പൊട്ടി കരയാണ്. സ്വർണത്തിന്റെ വില റേറ്റ് എത്ര? 1,01,20,000 35 വരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോ അന്നത്തെ കാലത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ മദ്ഊൻ തങ്ങൾ ഇങ്ങനെ വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ പൊട്ടി കരയുമ്പോൾ സന്ദർശകർ വന്ന് ചോദിച്ചു, ഉസ്മാൻ ബിൻ മദ്ഊൻ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങളെ മക്കളെ കെട്ടിക്കാൻ ആരാണ് ഉള്ളത് എന്ന് ഓർത്തുകൊണ്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത്? അതിന് ഞങ്ങളുണ്ടല്ലോ,
എന്തിനാ വിഷമിക്കുന്നത്? അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ പറഞ്ഞു അത്രേ, എന്റെ മകളെ കെട്ടിക്കാനുള്ള മുഴുവൻ സമ്പത്തും ഈ വീട്ടിലുണ്ട്. സ്വഹാബത്ത് പരിശോധിച്ചു, ഈ രണ്ട് പെൺകുട്ടികളെ പുറത്തിറങ്ങി നിൽക്കുന്ന ഈ മക്കളെ കെട്ടിക്കാനുള്ള സമ്പത്ത് എവിടെയെന്ന് സ്വഹാബത്ത് പരതി നോക്കി. ഒരു നയാ പൈസ പോലും എവിടെയില്ല. സന്ദർശകരായ സ്വഹാബത്ത് ചോദിച്ചു, യാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, എവിടെയാണ് ഈ മക്കളെ കെട്ടിക്കാനുള്ള സമ്പത്ത്? തങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല, ഒരാൾ എല്ലാ രാവിലും എല്ലാ രാത്രിയിലും വാഖിഅ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവൻ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നും പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവേ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. നിങ്ങളുടെ നോമ്പ് ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ നാലാമത്തെ ഫർളാണല്ലോ വസൂം റമളാൻ. നിങ്ങൾ റമളാൻ മാസം നിങ്ങൾ നോമ്പ് നോൽക്കണം. റമളാനിന്റെ മഹത്വം പറയുമ്പോൾ എത്രമേൽ മഹത്വമാണ്. ഈ റമളാൻ അത് നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ റമളാനിന്റെ പകൽ മുഴുക്കെ ഖുർആൻ പാരായണം കൊണ്ട് ധന്യമാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഒരു പ്രോഗ്രാമിൽ ഉസ്താദന്മാർ വന്ന് പുതിയാപ്പിള പുറപ്പെടുമ്പോ, മകളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുമ്പോ, പ്രിയ സുഹൃത്ത് ഗൾഫിലോട്ട് പോകുമ്പോ, എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉസ്താദുകൾ വന്ന് അൽ-ഫാത്തിഹ, ഫാത്തിഹ വിളിച്ചതിന് ശേഷം 3 തവണ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. എന്തിനു വേണ്ടിയാണ് അത് പാരായണം ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുർആനിനെ 3 ഭാഗമാക്കി കഴിഞ്ഞാൽ 3 ജുസ്ഇന് 30 ജുസ്ആക്കി കഴിഞ്ഞാൽ 10 ജുസ്ഇന്റെ സ്ഥാനത്താണ് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. 3 തവണ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ആവർത്തിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖതമൽ ഖുർആന കുല്ലഹു, ഖുർആൻ ഖതം തീർത്തതുപോലെയാണ്. അതുകൊണ്ടാണ് 3 തവണ ഇഖ്ലാസ് ഓതാൻ കാരണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മർവാത്ത്, ഒരാൾ 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു ദിവസം പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഈസിയല്ലേ പ്രയാസമുണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദ് മോദിക്കാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ, 10 തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. വെറുതെ ബടായി വിടല്ല, 10 തവണ ഓതി കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിൽ ഒരു ബൈത്ത്, ഒരു വീട് അവർ നിർമ്മിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. 20 തവണ ഓതി കഴിഞ്ഞാൽ 2 വീട്, 30 തവണ ഓതി കഴിഞ്ഞാൽ എത്ര വീട്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ ലനുക്സിറു യാ റസൂലല്ലാഹ്. അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് വട്ടം. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, എനിക്ക് നേരം വേണ്ടുന്നുണ്ടോ? സമയം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് ഒരു സലാം, അല്ലാഹുവിന്റെ സലാം പറയാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചപ്പോൾ ആള് സ്ഥലത്തില്ല. അപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു,
അബൂദർദങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഒരു സലാമുണ്ട്. ആ സലാം പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി വന്നതാണ് ഞാൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അബൂദറിനെ ഇങ്ങനെ പരിചയം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞങ്ങളെ മലായിക്കത്തിൻ്റെ ലോകത്ത്, പാനലോകത്ത് ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ഞങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണ് അബൂദറിന് ഇത്രമേൽ മഹത്വം, ഇത്രമേൽ പ്രത്യേകത എന്താണ് അബൂദറിന്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, രണ്ട് സൽഗുണങ്ങൾ അബൂദറിനുണ്ട്. ഒന്ന് ലിതവാദുഇഹി, ഭയങ്കര വിനയാന്വിതനാണ്, കിബറിന്റെ അണുമണി തൂക്കം ഖൽബിലില്ലാത്ത ഒരാളാണ് അബൂദർ ഗിഫാരി. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പച്ചഭാവാണ്. വകസ്റതി ഖിറാഅതിഹി സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇങ്ങനെ ധരിപ്പിക്കുന്ന ഒരാളായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മഹ്ശറ സഭയിൽ ആളുകളെല്ലാവരും ഹിസാബിന് വേണ്ടി തയ്യാറായിരിക്കുമ്പോൾ വിചാരണയില്ലാതെ കറുത്ത കസ്തൂരി കുന്നിന്മേൽ ആർത്തുല്ലസിച്ച് രസിച്ച് രമിച്ചു കഴിയുന്ന മൂന്ന് വിഭാഗം. രണ്ടാമത്തത് വറജുൻ അദ്ദന ഫിൽ മസ്ജിദ് വദഅ الناس ഇലൈഹി ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. രണ്ടാമത്തെ മനുഷ്യൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഖ്രിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വദഅ الناس ഇലൈഹി, ആളുകളെ തൗഹീദിലേക്ക് പള്ളിയിലോട്ട് വിളിച്ചു വരുത്തുന്നു. ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, കാര്യമായ ശമ്പളമൊന്നും ഉണ്ടാവില്ല. ഇതൊരു ബർക്കത്തിന്റെ ഒരു ജോബാണ്, ഒരു പ്രവൃത്തിയാണെന്ന് വിഭാഗത്താണ് മനസ്സിലാക്കിയിട്ട് ആ പാവങ്ങൾ ഇങ്ങനെ ശമ്പളത്തിൽ കുറഞ്ഞത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ മഹല്ലത്തിലും ആളുകൾക്കിടയിൽ തീരെ വാല്യൂ ഇല്ലാത്ത ആളാണ് കൊല്ലന്മാർ, മുഖ്രിമാർ. എല്ലാ കക്കൂസ് കഴുകാനും ക്ലോസറ്റ് അതുപോലെ തന്നെ എല്ലാ ക്ലീനിങ്ങിനും ഉപയോഗിക്കുന്ന ആളാരാണ്? മുഖ്രിമാർ. المؤذنون أطول الناس عناقا يوم القيامة شهر رسول الله على محشر കഴുത്തുയർത്തിങ്ങനെ വളരെ ഏറ്റപ്പോടുകൂടി നടക്കുന്നവർ മുഖ്രിമാരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കേരളക്കാരെ കണ്ട ഏറ്റവും വലിയൊരു ആത്മീയ പണ്ഡിതനായിരുന്നു, നല്ലൊരു വലിയായിരുന്നു ശൈഖുനാ അത്തിപ്പറ്റ മൊയ്‌ദീൻകുട്ടി മുസ്ലിയാർ. അല്ലാഹു തആല മഹാനുഭാവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. റസൂലുള്ളാഹിയുടെ തിരുസുന്നത്തുകളെ തൻ്റെ ജീവിതത്തിലെ സമൂലമായി അനുവർത്തിച്ച ഒരു മഹാമനുഷ്യൻ. പള്ളികളിൽ ഞാൻ സത്യമായി ജോലി ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് പള്ളിയിലൊന്ന് കയറി ഉക്രിയോട് കെഞ്ചാണ്, റിക്വസ്റ്റ് നടത്താണ്, ഞാനൊന്ന് വാക്ക് കൊടുത്തോട്ടെ. ഇങ്ങനെ 2 തവണ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് ആളുകളെ വിളിക്കേണ്ടത്. മൂന്നാമതായി റിസ്ക് കൊണ്ട്, പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ. പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിച്ചോളൂ, മക്കളെ തീറ്റിപ്പറ്റാൻ മതിയായ ക്യാഷൊന്നും ഇല്ല. എന്നാലും കുട്ടികൾക്ക് മതിയായി യഥേഷ്ടം തിന്നാനുള്ള ഭക്ഷണമൊന്നുമില്ല. സ്വാദിഷ്ടമായ അല്ലെങ്കിൽ നല്ല ഡിലീഷ്യസ് ഫുഡ് കഴിക്കാനുള്ള, അത് മേടിക്കാനുള്ള ക്യാഷില്ല, പട്ടിണിയാ. അങ്ങനത്തെ ഒരു മനുഷ്യൻ കൂലിക്ക് പോകുമ്പോൾ, കൂലിപ്പണിക്ക് പോകുമ്പോൾ ഓണറോട് മുഖത്ത് നോക്കി പറയും, എനിക്ക് നിസ്കാര ടൈമിൽ ഇളവ് തരണം. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസമെല്ലാം പറയും ജമാഅത്തിനെത്താതിരിക്കും ഇളകാലം അല്ലേ? ജമാഅത്തിനെത്താതിരിക്കും ഒരുപാട് റീസൺ അല്ലേ? നമ്മളൊക്കെ തിരക്കിലാണ്. നമ്മുടെ തിരക്ക് അപ്പോഴാണ് അവസാനിക്കാൻ. നമ്മുടെ കവിൾത്തടം മണ്ണോട് ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ ഓടിക്കൊണ്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. നിസ്കാരം ഒരിക്കലും അല്ലാഹു നമ്മുടെ അമലുകളിൽ കുറവ് വരുമ്പോൾ അല്ലാഹു ഹല്ലി അബ്ദി മിൻ സ്വലാഹ്, എൻ്റെ അബ്ദിന് നിസ്കാരമുണ്ടോ, നിസ്കാരം പെർഫെക്റ്റ് ആണോ, നിസ്കാരം കൃത്യമാണോ എന്ന് അല്ലാഹു തആല നോക്കുക.
അത് കിട്ടിയാണെങ്കിൽ അള്ളാഹു നിസ്കാരങ്ങളുടെ ഈ പാസിലൂടെ സ്വർഗത്തിലൂടെ കടത്തിലൂടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ ഒരു ഫർളാണ്. ഞാൻ വളരെ ഷോർട്ടാക്കി പറയാം, വിശദമായി പറയേണ്ടതാണ്. നാലാമത്തെ ഒരു ഫർളാണ് റമദാൻ. റമദാൻ മാസം നോമ്പ് പിടിക്കും. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഭാഷ? നോമ്പ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്. പിടിച്ചു നിർത്തുക എന്താണ്? എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? റമദാനിന് മുമ്പ് അനുവദനീയമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് നോമ്പ് നോൽക്കുമ്പോൾ അത് നമുക്ക് വിശുദ്ധമാകുന്നുണ്ട്. വയറ് നിറച്ച് നമ്മൾ തിന്നാറുണ്ട്. നോമ്പ് പിടിക്കുമ്പോൾ തിന്നാൻ പറ്റുമോ? അതുപോലെ പിന്നെ നമ്മൾ വായിലോട്ട് മരുന്ന് കഴിക്കാറുണ്ട്. മരുന്ന് കഴിക്കാൻ പറ്റുമോ? കുളിക്കാറുണ്ട്. പക്ഷെ കുളിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ എന്താവും? നോമ്പ് ശരീരത്തിന്റെ തുറക്കപ്പെട്ട ഭാഗങ്ങളിലൂടെ വെള്ളം അന്തർഭാഗത്തേക്ക് പ്രവേശിക്കും. വയറിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഉൾഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന എവിടേക്ക് വെള്ളം കയറിയാലും നോമ്പുണ്ടാവും, ഫാസ്റ്റാവും. അത് ചെവിയിൽ വലിച്ചാലും വായിലൊഴിച്ചാലും മൂക്കിലൊഴിച്ചാലും തുറക്കപ്പെട്ട ദ്വാരങ്ങൾ എവിടെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ഉള്ളിലോട്ട് വല്ലതും കയറി കഴിഞ്ഞ നോമ്പ് ഫാസ്റ്റാണ്. ഈ നോമ്പ് നമുക്ക് സാധുവാണെങ്കിൽ നമ്മുടെ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കമ്മിൻ സ്വാഇമിൻ, ഒരുപാട് നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വല്ലമ, അവര് നോമ്പ് നോറ്റത് കൊണ്ട് ആകെ അവർക്ക് കിട്ടിയ ബെനിഫിറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് കുറെ പട്ടിണി കടന്നു കുറെ ദാഹിച്ചു വരുന്നു. ഒരുപാട് നിസ്കാരക്കാരുണ്ട്, അവർ നിസ്കരിച്ചത് മൂലം അവർക്ക് കിട്ടിയ പ്രതിഫലം അവർ കുറെ ഉറക്കമൊഴിച്ചു എന്നതല്ലാതെ ഒരു പ്രതിഫലമില്ലാത്ത നിസ്കാരക്കാർ ഒരുപാട് നോമ്പുകാർ. ആ നോമ്പ് കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഒരു മഹാപണ്ഡിതനാണ് ബൽഗാം ഇബ്നു ബാബൂറ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയാളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, വസ്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു അശ്ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ. വസ്ലു അലൈഹി നബിയേ, മുഅ്മിനീങ്ങൾക്ക് ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നബഅല്ലദീ, ഒരുത്തന്റെ വർത്തമാനം ഒരുത്തനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആതൈനാഹു, നാം അവന് കൊടുത്തിട്ടുണ്ട്, ആയാതിനാ, നമ്മുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരു മഹാമനീഷി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ്. അയാളുടെ പേരാണ് ബൽഗാം ഇബ്നു ബാബൂർ. എൻ്റെ പേര് ബൽഗാം ഇബ്നു ബാബൂർ. അയാൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു. തൗറാത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട തൗറാത്തിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു വ്യക്തി. ആ 12,000-ഓളം ശിഷ്യന്മാർ മുകളിലോട്ട് നോക്കി ലൗഹുൽ മഹ്ഫൂദിൽ എന്ന അദൃശ്യമായ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു മഹാപണ്ഡിതൻ, ഇസ്മുൽ ആദം അറിയുന്ന പണ്ഡിതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. അതിലൊരു നാമത്തിന്റെ പേര് അൽ ഇസ്മുൽ ആദം. ഇദാ ദഅ ബിഹി ഉജീബ്. ആ നാമം കൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്ര ഉറപ്പാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു അല്ലാഹ് എന്നുള്ള നാമാണ്. ചില ആൾക്കാർ പറയുന്നു യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള നാമാണ്. അതേതായാലും അങ്ങനെ ആ ഇസ്മുൽ ആദം ഏതാണെന്ന് വ്യക്തമായി അറിഞ്ഞ ഒരു പണ്ഡിതൻ ബൽഗാം ഇബ്നു ബാബൂർ. ആ ബൽഗാം ഇബ്നു ബാബൂർ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ എന്ന പ്രദേശത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ നിരീശ്വരവാദിയായിരുന്നു, നാസ്തികനായിരുന്നു. അയാൾ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഈ മഹാപണ്ഡിതൻ കടന്നു ചെന്നു.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അയാളെ രാജാവ് വശീകരിച്ചു. അയാൾക്ക് മതിയാവോളം പണം കൊടുത്തു, നിറയെ കാശ് കൊടുത്തു. അദ്ദേഹം നിലപാട് മാറ്റി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരെ ഓപ്പോസിറ്റായിട്ട് എതിരായി. മാത്രമല്ല, ദൈവമുണ്ട്, ദൈവം ഇലാഹിന്റെ വുജൂദിയത്ത് സ്ഥാപിക്കാൻ വേണ്ടി പോയാള്, ദൈവമുണ്ട് എന്ന് പറയാൻ പോയാള് ലോക ചരിത്രത്തിൽ അവ്വൽ കിതാബിൻ സുന്നിഫ ലൈസ ലിൽ ആലമി സാനി, ഈ പ്രപഞ്ചത്തിന്, ഈ അണ്ടകടാകത്തിന് ഒരു സൃഷ്ടാവില്ല എന്നൊരു ഗ്രന്ഥം എഴുതിയ ആദ്യത്തെ ആള് ബൽഗാം ഇബ്നു ബാബൂറ. ഏതാണ് ആള്? പറയ്, ഏതാണ് ആള്? ഇത്രമേൽ സുഹൃതം ചെയ്ത ആള്. ലൗഹിൽ മഹ്ഫൂദ് മേപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നാളെ മഴ പെയ്യുമെന്ന് പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, മഴ പെയ്യുന്ന പറയുന്നത് പെയ്യും, ഇന്നാണ് മരിക്കുന്ന പറയുന്നത് മരിക്കും. അള്ളാഹു ചില ആളുകൾക്ക് കൈ കൊടുക്കുമ്പോൾ അവർക്ക് ആ കൈ കൊണ്ട് അവർ പറയും. അങ്ങനെ ശേഷിയുള്ള ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകി അതിൽ നിന്ന് അവൻ ഓടിയാണ്. അവന്റെ പിന്നാലെ പിശാച് കൂടി, അവന്റെ വിചാരങ്ങൾക്ക് അവൻ അടിമപ്പെട്ടു. അവൻ ദുർമാർഗിയായി പോയി. അല്ലാഹു അടുത്ത ആയത്തിലൂടെ പറഞ്ഞു, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ഉയർത്തി കൊണ്ടുപോയി സ്വർഗത്തിൽ സന്നിവേശിപ്പിക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. അവനെ ഭൂമിയിലോട്ട് ആപതിച്ചു പോയി. ബഹുമാനായ മുഅ്മിനീങ്ങളെ, ഉപ്പമാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ ബൽഗാം ഇബ്നു ബാബൂറക്ക് അല്ലാഹു സുഹൃത്തുക്കൾ ചെയ്തതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മനോഹരമായ മഹിതമായ മാസമാണല്ലോ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനു ശേഷം അടുത്ത ആയത്ത് ഇങ്ങനെയാണ്, വഇദാ സഅലക അന്നി ഇബാദി, നബിയേ നിങ്ങളോട് ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു എങ്ങനത്തെ ആളാണ്? അല്ലാഹു ഇത്രമേൽ 11 മാസക്കാലം തെറ്റ് ചെയ്ത് ജീവിച്ച് എനിക്ക് അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ആളാണോ? വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണോ? അതല്ലെങ്കിൽ എന്നെ അല്ലാഹു തആല തള്ളിക്കളയുന്ന ആളാണോ എന്ന് അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവനോട് ചേർന്ന് നിൽക്കുന്നവനാണ്, ഞാൻ അവനോട് സമീപസ്ഥനാണ്. എന്നോട് പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനകൾക്കൊക്കെ ഞാൻ ഉത്തരം നൽകും. അവർ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്, എനിക്ക് അവർ ഉത്തരം നൽകട്ടെ. അവർ എന്റെ വാക്കുകൾക്ക്, എന്റെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി നൽകട്ടെ. അവർ എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ. അവർക്ക് സന്മാർഗം ലഭിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് വാങ്ങുകൊടുത്താൽ ഉടനെ നോമ്പ് തുറക്കുക, അതൊക്കെ പ്രത്യേകമായ സുന്നത്താണ്. അല്ലാഹു പെട്ടെന്ന് നോമ്പ് തുറക്കുന്നവർക്ക് അനുഗ്രഹ പ്രാർത്ഥന നടത്തുമെന്ന്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കും. 9 മണിയായിട്ടുണ്ട്. 9 മണിക്ക് നിർത്താനാണ് എൻ്റെ പൂതി. നിങ്ങൾ ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോക്കാക്കട്ടെ. നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടർഫിൽ അവിടെ പോയാൽ മതി. രാവിലെ വൈകുന്നേരം പള്ളി കണ്ടിട്ട്